ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. വിശുദ്ധന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നമസ്കാരം ചൊല്ലിയോ? അമ്മാമ്മേ, ഈ പ്രാർത്ഥന എല്ലാവരുടെയും വീട്ടിൽ ചൊല്ലുവോ? ചൊല്ലണം, ചൊല്ലേണ്ടതാണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ചൊല്ലിയിരുന്നു. അമ്മാമ്മയുടെ ചെറുപ്പത്തിലാ? ആ. അന്നമാമേ, അന്നമാമയ്ക്ക് എത്ര വയസ്സായി? എന്തിനാ? കൊറേ വയസ്സായ മരിച്ചു പോവില്ലേ? അമ്മമ്മക്ക് പേടിയാവില്ലേ? അമ്മമ്മ മരിക്കണ്ട. എന്തിനാ പേടിക്കണേ? നമ്മൾ മരിച്ചു പോകുന്നത് ഈശോയുടെ അടുത്തേക്കല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? എല്ലാവരും ഈശോയുടെ അടുത്തേക്ക് പോവോ? നല്ല കുട്ടികളായി ജീവിച്ചാൽ. എന്ന് വെച്ചാൽ കുറുമ്പൊന്നും കാട്ടാതെ വചനമനുസരിച്ച് നല്ല കുട്ടികളായി ജീവിച്ചാൽ നമുക്ക് ഈശോയെ കാണാം. ബൈബിളിലെ എല്ലാ വചനവും അനുസരിക്കണം. ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ്, അവൻ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ്, അവൻ മരിക്കുന്നതുവരെയും അവൻ ആശ്രയിക്കേണ്ട വചനം ബൈബിളിലുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഈശോയെ കാണാം. അന്നമ്മേ, അമ്മമ്മക്ക് ഇത് ആരാ പറഞ്ഞു തന്നേ? അമ്മ, അമ്മയുടെ അമ്മ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകളുടെ പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അന്നക്കുട്ടി, അമ്മയുടെ അന്നക്കുട്ടി, അമ്മയ്ക്ക് ഈശോ തന്ന സമ്മാന. അവിടുന്നാണ് എന്റെ അന്ധരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. സങ്കീർത്തനം 139:13. എനിക്കൊരു പമ്പരണ്ടാക്കി തരോ? ശരിട്ടാ, ഈ ചൂല് ഒഴിഞ്ഞു കഴിഞ്ഞാ പമ്പരണ്ടാക്കി തരാട്ടാ. അമ്മേ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. മേരിക്കുട്ടി വായോ. മോളെ, നീ പള്ളിയിൽ പോകുമ്പോ അന്നമോളെ കൂടി കൊണ്ടുപോകണം. അവളും ഈശോയെ കണ്ടു വളരട്ടെ, ഈശോയെ അറിഞ്ഞു വളരട്ടെ. അന്നക്കുട്ടി വാ. ശിശുക്കൾ എന്റെ അടുത്തു വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ലൂക്ക 18:16. ഇത് എന്റെയാ, അത് മതി. ഇങ്ങനെ ചെയ്താ മതിയോ? തോല് കളഞ്ഞിട്ട് വെച്ചാ മതി. നമുക്ക് അരിയണ്ട, നമുക്ക് ചതയ്ക്കാം. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ശരിയാക്കണട്ടാ. അന്നക്കുട്ടി, മക്കള് തെറ്റ് ചെയ്യുമ്പോൾ അവര് തിരുത്തണം. അന്നക്കുട്ടിയെ, അത് ചേച്ചിയല്ലേ ആദ്യം എടുത്തുകൊണ്ടുവന്നത്, ആ ചേച്ചിക്ക് കൊടുത്തേ. കണ്ടോ, അവര് പിടിക്കലായി. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. പ്രഭാഷകൻ 30:2. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. യേശയ്യാ 54:13 അനന്തമായ ശക്തിയാൽ എൻ്റെ മകളുടെ പരീക്ഷയിൽ അവൾക്ക് വിജയം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അമ്മാമ്മ ഞാൻ പരീക്ഷയ്ക്ക് പോവാട്ടാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ. എൻ്റെ മോൾ നന്നായി പഠിച്ചില്ലേ, നന്നായി പ്രാർത്ഥിച്ചില്ലേ, നീ പരീക്ഷയിൽ ജയിക്കും കേട്ടാ. എൻ്റെ ഈശോയെ, ഞാൻ പഠിച്ചതൊക്കെ ഓർമ്മ വരണേ. എന്നെ ഓർമ്മിക്കാൻ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായിക്കണേ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:13. അന്നെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എളുപ്പമുണ്ടായിരുന്നു. അന്നെ നീ ഇത് വായിക്കണം. എന്റെ ദൈവമേ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ എനിക്ക് ശക്തി തരണേ. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ. പ്രഭാഷകൻ 23:2. നീ വിഷമിക്കേണ്ട, ദൈവം നിന്നെ കാത്തുകൊള്ളും. അന്നെ, ഞാൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കർത്താവിന്റെ മണവാട്ടിയാകണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. യെശയ്യാ 62:2-3. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി 2:18. അന്നേ നീ കൂടി ഇരിക്കേ. മക്കളെ നിങ്ങൾ എടുത്ത് കഴിക്കേ, എടുത്ത് കഴിക്കേ മക്കളെ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. അങ്ങവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ജോബ് 1:10. അന്നേച്ചിയെ, ആനി, നിന്റെ പണി കഴിഞ്ഞാ നീ വീട്ടിലേക്ക് പോയിക്കോ. അന്നേച്ചിയെ, മോന് ഫീസ് അടയ്ക്കാനായി എനിക്ക് കുറച്ച് രൂപ തരുമോ? ഞാൻ കുറേശ്ശെയായി തന്നെ വീട്ടിൽ കൊള്ളാം. നീ വിഷമിക്കേണ്ട, അവൻ പഠിച്ചു വലുതാകട്ടെ, നിനക്ക് ആശ്വാസം ലഭിക്കും. എന്നാ ശരി ചേച്ചി, ഞാൻ പോയിക്കോട്ടെ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം 56:8. മോളെ, അവൻ ആശുപത്രിയിൽ നിന്ന് വിളിച്ച എന്താ അപ്പച്ചന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇല്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഹലോ, എന്താ പറ്റിയ മോളെ? ആരെ വിളിച്ചേ? ചേട്ടനെ വിളിച്ചേ. അപ്പച്ചൻ ന്യൂമോണിയ, ICUവിൽ കിടത്തിന്നാ പറഞ്ഞേ. ദൈവമേ, മോൾ പ്രാർത്ഥിക്കേ, ഈശോ മോളുടെ അപ്പച്ചന് സൗഖ്യം നൽകും.
വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. യാക്കോബ് 5:15. അമ്മമ്മ, മുത്തിയമ്മനെ കാണാൻ പോകുമ്പോ ഈ ഡ്രസ് മതിയില്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. പ്രഭാഷകൻ 25:4.